നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മച്ചാട് മാമാങ്കം കെങ്കേയമാക്കാൻ വിവിധ ദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. പൂരനിലാവിൽ പെൺകാലങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ വർണ്ണമഴ ചൊരിയും വെടിക്കെട്ടിൽ വിസ്മയം തീർക്കുവാൻ ദേശം ഒരുങ്ങി. കുമരനെല്ലൂർ ദേശം. ക്രൈസ്തവരുടെ വലിയ നോമ്പിന് തുടക്കമായി. ഇന്ന് വിഭൂതി തിരുനാൾ. വാണിയംപാറ കൊമ്പഴയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ വാഴകൾ നശിപ്പിച്ചു. ഭീതിയിൽ പ്രദേശവാസികൾ. പുത്തൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മച്ചാട് മാമാങ്കം കെങ്കേമമാക്കാൻ വിവിധ ദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. 17-നാണ് പൊയ്ക്കുതിര കളിക്ക് പ്രശസ്തിയാർജിച്ച മച്ചാട് മാമാങ്കം ആഘോഷിക്കുന്നത്. മാമാങ്കത്തിനോടനുബന്ധിച്ച് ഒട്ടേറെ കലാ സാംസ്കാരിക പരിപാടികൾ പ്രത്യേകം അലങ്കരിച്ച വേദിയിൽ അരങ്ങേറും. ഇന്ന് വൈകിട്ട് 6:15 തിരുവില്ലാമല ഹരി അവതരിപ്പിക്കുന്ന അഷ്ടപതി, 6:30 പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന നടപ്പുര പഞ്ചവാദ്യം, രാത്രി 8:30 ഉത്സവപ്രേമികളുടെ മനം കുളിർക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, മാമാങ്ക ദിവസമായ 17 രാവിലെ 7 കുംഭകുടം പുറപ്പാട്, 8 കുതിരക്കൽ പറ, രാവിലെ 11:30 കുതിരക്കൽ തച്ചന്റെ പറ, ഉച്ചയ്ക്ക് 12 കുംഭകുടത്തിന്റെ അകമ്പടിയോടെ കുതിരയെഴുന്നള്ളിപ്പ്, 22 വൈകിട്ട് ഇന്ദ്രജിത് വധം ദേശക്കൂത്ത് അവതരണത്തോടെ സമാപനം കുറിക്കും. പൂരനിലാവിൽ പെൺകാലങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ വർണ്ണമഴ ചൊരിയും വെടിക്കെട്ടിൽ വിസ്മയം തീർക്കുവാൻ ദേശമൊരുങ്ങി. കുമരനെല്ലൂർ ദേശം. എന്നും വേറിട്ട ആശയങ്ങളുടെ അവതരണത്തിലൂടെ പൂരം കാഴ്ചവെക്കുന്ന കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരനിലാവിൽ ഇത്തവണ പെൺകാലങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ ഒപ്പം വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടും ഏറെ ജനകീയവും ഓരോ കുടുംബങ്ങൾക്കും ആസ്വദിക്കാവുന്ന തരത്തിൽ പുതുമയോടെയുമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പഴയകാല പ്രതാപത്തിലേക്കും കാലാനുസൃതമായ വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തിയും ഏറെ നയനാനന്ദകരമായ വർണ്ണങ്ങൾ വിസ്മയമായി ഉത്രാളിപ്പാടത്ത് വിരിയുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 22 ഞായറാഴ്ച വൈകിട്ട് 5 തൃപ്പങ്ങോട്ട് പരമേശ്വരന്മാരാരും സംഘവും ഒരുക്കുന്ന ആൽത്തറമേളം ഉത്രാളിക്കാവ് ക്ഷേത്രസന്നിധിയിൽ വിസ്മയം തീർക്കും. ഫെബ്രുവരി 23 തിങ്കളാഴ്ച വൈകിട്ട് 6 പൂരനിലാവ് വേദിയിൽ ആനച്ചമയ പ്രദർശനം ഒരുക്കും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം പൂരനിലാവ് വേദിയിൽ പത്തനംതിട്ട ശ്രീദേവി പടയണി സംഘമൊരുക്കുന്ന പടയണി അരങ്ങേറും. കുമരനെല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി PA വിപിൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കുമരനെല്ലൂർ ദേശം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുക, സംവദിക്കുക, ആശയവിനിമയം നടത്തുക എന്നുള്ള ഒരു ചടങ്ങ് എല്ലാ വർഷവും നമ്മൾ പുലർത്തി പോരാറുള്ളതാണ്. ഇപ്രാവശ്യവും അത് ചെയ്യുന്നു. അതിലുപരിയായി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികളോട് സംസാരിച്ചിട്ടുണ്ട്. അതിലൊരു അവസരത്തിൽ അത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലുള്ള സംഗതികളാവണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അത് ആ സമയത്ത് അത് വിപുലമായ രീതിയിൽ. ക്രൈസ്തവരുടെ വലിയ നോമ്പിന് തുടക്കമായി. ഇന്ന് വിഭൂതി തിരുനാൾ. ക്രൈസ്തവരുടെ വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. നെറ്റിയിൽ ചാരം പൂശി മനുഷ്യ നീ മണ്ണാകുന്നു എന്നു പാടി ക്രൈസ്തവർ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിനും ഉയർപ്പിനും മുന്നോടിയായുള്ള പ്രാർത്ഥനാ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. മത്സ്യമാംസവർജനം നടത്തി ആത്മപരിശോധനയും പാപപരിഹാരവും പ്രാർത്ഥനാ ധ്യാനവും ദാനധർമ്മവും തീർത്ഥാടനവും നടത്തുന്ന ദിനങ്ങളാണിനി. ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുവാൻ ആവുന്ന ഏറ്റുപറച്ചിൽ കൂടിയാണ് ഈ നോമ്പുകാലം. തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്തും ലൂർദ് ബസിലിക്കയിലും മാർ ടോണി നീലങ്കാവിൽ വ്യാകുലമാതാവിൻ ബസിലിക്കയിലും വിഭൂതി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വിഭൂതിയോടനുബന്ധിച്ച് മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺ, ഫാദർ ലിവിൻ തുടങ്ങിയവർ സഹകാർമ്മികരായി. നൂറുകണക്കിന് വിശ്വാസികളാണ് തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തത്. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വിഭൂതി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജൂസ് വല്ലൂരാൻ, അതിരൂപത ചാൻസലർ റവറൻ ഫാദർ ഡൊമിനിക് തലക്കോടൻ, റവറൻ ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പ്, റവറൻ ഫാദർ ജിസോ കുറ്റിക്കാട് തുടങ്ങിയവർ സഹകാർമ്മികരായി. ജീവിതത്തിലുണ്ടായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് മാറി ആത്മീയ ചൈതന്യത്തിൽ സത്യമായ നീതിയിലും വിശുദ്ധിയിലും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവേശ്വരന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെയെന്നും എളിമയുടെ പ്രതീകമായി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് അഭിമന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വിഭൂതി തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. സഹകാർമ്മികരായ റവറൻ ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, റവറൻ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, കൈക്കാരന്മാരായ റാഫി കെ എ, ജോർജ് കവലക്കാട്ട്, സെബി പാനിക്കുളങ്ങര, റോഷൻ പുതുക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രൈസ്തവർ 50 നോമ്പിനെ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി പൊങ്ങണങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വിഭൂതിയുടെ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി റവറൻ ഫാദർ ജൂബി ചുള്ളിക്കാടൻ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക എന്ന് അനുസ്മരിച്ചുകൊണ്ട് കാർമ്മികൻ വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവകയിലെ കൈക്കാരന്മാർ, സെന്റ് എലിസബത്ത് മേഴ്സി കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാണിയമ്പാറ കൊമ്പഴയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ വാഴകൾ നശിപ്പിച്ച് ഭീതിയിൽ പ്രദേശവാസികൾ. പാണച്ചേരി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 കൊമ്പഴയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആമിനയുടെ വീട്ടുമുറ്റത്താണ് ആന ഇറങ്ങിയത്. കിണറ്റിൽ നിന്നും കോരിവെച്ച വെള്ളം എടുത്തുകുടിച്ച ആന വീടിനോട് ചേർന്ന തൊട്ടടുത്ത പറമ്പിലെ വാഴയും തെങ്ങും നശിപ്പിച്ചു. പ്രദേശത്തെ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KP ചാക്കോച്ചൻ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റുകാർ സ്ഥലത്തെത്തിയിരുന്നു. വീട്ടുമുറ്റത്ത് കാട്ടാന എത്തിയ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ് എന്നും പ്രദേശത്ത് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും വൈസ് പ്രസിഡന്റ്
KP ചാക്കോച്ചൻ ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചിരുന്നു. ആണഞ്ചേരി പഞ്ചായത്തിലെ 8ാം വാർഡ് കൊമ്പഴ എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ വീടിൻ്റെ മുറ്റത്ത് വരികയും പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച് തട്ടിയിട്ട് പോവുകയാണ് ഉണ്ടായത്. ഒട്ടനവധി വീടുകൾ ഇവിടെയുണ്ട്. വയസ്സായവരാണ്. അവരൊക്കെ വളരെ ഭീതിയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം മയിലാട്ടുംപാറ അതോടൊപ്പം തന്നെ താമര വെള്ളച്ചാലിൽ 2 പേരെ ആന ചവിട്ടി കൊന്ന സാഹചര്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ട് ഈ പഞ്ചായത്തിലെ ഈ വാർഡിലെ ആൾക്കാർക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ആനവാരി പ്രദേശത്ത് എല്ലാ ദിവസവും നിരന്തരമായി ഓരോ വീടുകളുടെ പരിസരത്ത് വന്ന് വാഴ അതുപോലെ തന്നെ തെങ്ങ് കൃഷി നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടുന്ന് പാലായനം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തിൽ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നിരന്തര ശല്യമാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിഹാരം കാണണം. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിന് കൊടുക്കുകയും ചെയ്തു. ഫെൻസിങ് നടത്തണം. അതോടൊപ്പം തന്നെ താറുമാറായിരിക്കുന്ന ഫെൻസിങ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഹാങ്ങിങ് ഫെൻസിങ്, അതോടൊപ്പം തന്നെ റെയിൽ ഫെൻസിങ്ങും കിടങ്ങൾ കുഴിക്കേണ്ടടുത്ത് കിടങ്ങുകളും കുഴിച്ച് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ വസിപ്പിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറണം. കൈ ഒഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ റീത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു അനുശോചനം നടത്തിയിട്ട് കാര്യമില്ല. ഇനി ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈവേ എൻ്റെ തൊട്ട് ബാക്കിലാണ് ഹൈവേ. അതോടൊപ്പം തന്നെ ഇത് പഞ്ചായത്ത് ചെയ്ത റോഡാണ്. ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ട്. ആ വീട്ടിലൊക്കെ വയസ്സായവരാണ് ഇരിക്കുന്നത്. അബദ്ധത്തിലൊരു സൗണ്ട് കേട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആനയുടെ മുമ്പിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ്. തൊട്ട് താഴെ കാലിന് സുഖമില്ലാത്ത ഒരു ആക്സിഡൻറ്റിൽ കാലിൻ്റെ പാദം മുറിച്ച് കളഞ്ഞ ഒരു ഉമ്മയാണ് താഴെ ഇരിക്കുന്നത്. ആ ഉമ്മയുടെയൊക്കെ സംസാരം വന്നു കഴിഞ്ഞാൽ വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയാണ്. എന്തുണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി 2:30 മണിക്ക് ഈ ബാത്റൂമിലേക്ക് പോകാൻ കളിച്ച് വന്നതാണ്. ആ സമയത്ത് ഇവിടെ 2 ആനുണ്ട്. ഇവിടെ നിന്ന് ചവിട്ടി പൊളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചവിട്ടി പൊളിച്ചപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ കൊണ്ട് ഇതാക്കിയപ്പോൾ നേരെ താഴത്തേക്ക് ഇറങ്ങി ഈ തെങ്ങുമ്പോൾ തട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ മുകളിലേക്ക് ചാവ വഴിക്ക് കുടിച്ച് മുകളിലേക്ക് കയറി പോയി. ഒരു 1/2-3/4 മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു. സ്ഥിരം വരുന്നല്ല, ഇത് ആദ്യമായിട്ടാണ് ഇവിടെ എത്തിയില്ല. ഇതിൻ്റെ മുകളിൽ ഫോറസ്റ്റ്, പക്ഷെ അവിടെയൊക്കെ പറമ്പിലൊക്കെ വരാറുണ്ട്. പിന്നെ ആ ഫിലാമ ചക്ക ഉള്ള സമയത്ത് ചക്ക തിന്നാൻ വരും. ആ സമയത്തൊന്നും ശല്യം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇത്രയും വാളെ ഈ കൃഷികളൊക്കെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ തെങ്ങുമൊക്കെ വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ 10-20 വീടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK തിലകൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെല്ലാമെന്നും അവ ഏത് രീതിയിൽ നടപ്പിലാക്കണമെന്നും തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊതുഭരണം, ധനകാര്യം, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യനീതി, വനിതാ വികസനം, പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, വിദ്യാഭ്യാസം, കല, യുവജനകാര്യം, പൊതുമരാമത്ത്, ദുരന്ത നിവാരണം, മത്സ്യവികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ചയും നടത്തി. പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, PS അഖിൽ, മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV മാധവൻ, പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് സെക്രട്ടറി സജിത TB, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള ഉന്നമനത്തിനും സമഗ്രമായിട്ടുള്ള നമ്മുടെ വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വികസന സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ മലയോര മേഖലയിലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാം വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് നടത്തേണ്ടതാണ് ഈ പഞ്ചായത്ത്. ഇവിടെ നമ്മളുടെ വനിതകൾക്ക് വേണ്ടി കുടുംബശ്രീ വഴി അവരുടെ സ്വയം സംരംഭകർക്ക് വേണ്ടിയും പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതുപോലെ തന്നെ ഒരു കുടുംബത്തെയും സ്വയം പര്യാപ്തമാക്കി സമഗ്രമായ വികസനം നമ്മൾ മുന്നിൽ കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭിന്നശേഷിക്കാരുടെ കാര്യം നമുക്കറിയാം. ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു പഞ്ചായത്ത് രൂപീകരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
അവരുടെ സർവോത്തമമായിട്ട് അവരുടെ കഴിവുകളെ നമ്മൾ കണ്ടുകൊണ്ട് അവരിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനും അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ മേഖലകളിലും ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കാർഷിക മേഖലയിൽ കൃഷിനാശം സംഭവിക്കുന്നത് വന്യജീവികളുടെ ആക്രമണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഓരോ മേഖലകളിലും തരംതിരിച്ചുകൊണ്ട് അവിടെ ആവശ്യമായി വരുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന് നല്ലൊരു ഓഫീസ് ആവശ്യമാണ്. എല്ലാ കെട്ടിടങ്ങളും, അതായത് നമ്മളുടെ എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ പോലെയൊക്കെ നമ്മൾ ആഗ്രഹിക്കാമല്ലോ. ഏറ്റവും നല്ലതായിട്ട് വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ വികസന സെമിനാർ മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ VK ബേബി IAS ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീന ചന്ദ്രൻ TR, സന്തോഷ്, കരോളി ജോഷിയ, ജേക്കബ് പുലുക്കോട്ടിൽ, K ഗോപാലകൃഷ്ണൻ, മേഫി ഡെൽസൺ, TR ഹിരൺ, രഘുനാഥ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് വില്ലി ജിജോ സ്വാഗതവും VP ഷിബു നന്ദിയും പറഞ്ഞു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്.
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലി ദേശീയ അമേച്ചർ നാടകോത്സവത്തിനും കലാസാധക സംഗമത്തിനും തൃശൂരിൽ തുടക്കമായി. തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ദേശീയ അമേച്ചർ നാടകോത്സവത്തിനും കലാസാധക സംഗമത്തിനും തൃശൂരിൽ തുടക്കം. പ്രശസ്ത നാടകാചാര്യൻ CL ജോസ്, കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിവും പ്രതിഭയുമുള്ളവർ ഏതു പ്രതിസന്ധിയിലും ഉയർന്നുവരിക തന്നെ ചെയ്യുമെന്നും ഒരു പ്രതിബന്ധവും പരിശ്രമശാലികൾക്ക് മുന്നിൽ തടസ്സമല്ലെന്നും CL ജോസ് പറഞ്ഞു. ജീവിതത്തിൽ നിന്ന് താൻ പഠിച്ച പാഠം ഇതാണ്. സാധാരണക്കാരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് നാടകരംഗത്ത് പ്രവർത്തിക്കുവാൻ തനിക്ക് പ്രചോദനമായത്. ഒരുപാട് ജീവിതങ്ങളെ അരങ്ങിലെത്തിക്കുവാൻ കഴിഞ്ഞതിൽ അഭിമാനമാണ് എന്നും CL ജോസ് പറഞ്ഞു. കലയ്ക്കുവേണ്ടി ജീവിതം സമർപ്പിച്ചവരെ കല സംരക്ഷിക്കുമെന്ന് സദനം കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. CL ജോസ്, സദനം കൃഷ്ണൻകുട്ടി, അപർണ നങ്യാർ, രംഗചേതനയ്ക്കു വേണ്ടി VS ഗിരീശൻ തുടങ്ങിയവരെ ആദരിച്ചു. RSS ഉത്തര കേരള പ്രാന്തകാര്യവാഹ് CN ഈശ്വരൻ, തപസ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി KT രാമചന്ദ്രൻ, സംഘടനാ സെക്രട്ടറി C രഞ്ജിത് കുമാർ, സംസ്കാര ഭാരതി ദേശീയ സമിതി അംഗം K ലക്ഷ്മി നാരായണൻ, തപസ്യ സംസ്ഥാന സെക്രട്ടറി TS നീലാംബരൻ, ജോയിന്റ് ജനറൽ സെക്രട്ടറി CC സുരേഷ്, K കിട്ടുനായർ, ശശി നാരായണൻ തുടങ്ങിയവരും സംസാരിച്ചു. ജലസേചന വകുപ്പ് തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ ഒല്ലൂക്കര ബ്രാഞ്ച് കനാലിൽ നിർമ്മിക്കുന്ന പോപ്പ് നഗർ കനാൽ പാലം നിർമ്മാണോദ്ഘാടനം റവന്യൂ MLAയുമായ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട് പൊതുവായ ഏതെങ്കിലും വിധത്തിലുള്ള ഏകപക്ഷീയമായ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല എന്നതാണ് പ്രധാനമെന്ന് മന്ത്രി പറഞ്ഞു. മനോഹരമായ കനാൽ പാലം നിർമ്മിക്കുമ്പോൾ അതിലൊരുക്കേണ്ട ഹാൻഡ് റെയിൽ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു. പോപ്പ് നഗർ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ കൌൺസിലർ അനീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വില്ലേജ് വികസന സമിതി അംഗം MK ഗോപാലകൃഷ്ണൻ സ്വാഗതവും PG ഹെഡ്വർക്ക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അരുൺലാൽ നന്ദിയും പറഞ്ഞു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ഒല്ലൂർ നിയോജക മണ്ഡലം MLAയുമായ K രാജന്റെ 2025-26 വർഷത്തിലെ ആസ്തി വികസന ഫണ്ടിലൂടെ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ES അനിൽകുമാർ, റഫീഖ് അറക്കൽ, MU മുത്തു, PT സൈമൻ, TV അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി.
പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കൈനൂർ ഗ്രാമവാസികളുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് ശതാബ്ദിയും കയ്യൂർ സമരവിജയ വാർഷികവും ആഘോഷിച്ചു. കൈനൂർ ഗ്രാമത്തിലെ അയ്യമ്പിളി കുന്നിനുമുകളിൽ സർക്കാർ വക പന്നി പ്രജനന കേന്ദ്രത്തിൽ നിന്നും വൻതോതിലുള്ള മാലിന്യം മൂലം ഗ്രാമവാസികളുടെ ജീവിതം ദുസ്സഹമായി മാറിയപ്പോഴാണ് ഗ്രാമവാസികൾ ഒന്നടക്കം സമരരംഗത്തിറങ്ങിയത്. പി വി ഗോപി ചെയർമാനും സി ശിവദാസൻ കൺവീനറും പി കെ അനിത ടീച്ചർ, നളിനി ബാബു, സി എസ് സുധ തുടങ്ങിയവർ വനിതാ കോർഡിനേറ്റർമാരുമായുള്ള സമിതിയാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. നഴ്സറി വിദ്യാർത്ഥി മുതൽ വയോവൃദ്ധന്മാർ വരെ ഗാന്ധിയൻ രീതിയിലുള്ള സമരത്തിൽ പങ്കെടുത്തിരുന്നു. സത്യാഗ്രഹ നിരാഹാര സമരങ്ങൾ 8 വർഷക്കാലം നീണ്ടുനിന്നു. 2 മുഖ്യമന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടും പന്നിപ്രജനന കേന്ദ്രം അടച്ചുപൂട്ടുവാൻ അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് വീണ്ടും ഉറപ്പു നൽകിയെങ്കിലും അവസാനത്തെ പന്നിയും കൈനൂരിൽ നിന്ന് കടന്നുപോകുവാൻ വീണ്ടും 1 വർഷം കൂടി വേണ്ടിവന്നു. കൈനൂർ പന്നിപ്രജനന കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് 18 വർഷം പിന്നിട്ടു. സമരത്തിന് സർവ്വവിധത്തിലുമുള്ള പിന്തുണ നൽകിയ ഡോക്ടർ സുകുമാർ അഴീക്കോടിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ കൈനൂരിൽ സുഹൃത്ത് സംഗമം നടത്തിയത്. സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ മാസ്റ്റർ സുഹൃത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ തേറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, പി കെ അനിത ടീച്ചർ, ചന്ദ്രൻ തെക്കുപുള്ളി, പുഷ്കരൻ കാക്കനാട്ട്, കെ കെ കുട്ടൻ, ശില്പ തുടങ്ങിയവർ പ്രസംഗിച്ചു. കല്യാണി ശങ്കരൻ, അമ്മിണി ചാത്തു, അച്ചാമ്മ തോമസ്, സരു കറപ്പൻ, ഫാന സന്തോഷ് തുടങ്ങിയവർ സമരാനുഭവങ്ങൾ പങ്കുവച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഫെബ്രുവരി 18 ബുധനാഴ്ച 11 മണിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കാഞ്ചേരിയുടെ വികസന മുരടിപ്പും ലൈഫ് മിഷൻ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ജനമധ്യത്തിൽ തുറന്നു കാണിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ പരിപാടികളും സ്വീകരണത്തിന് മാറ്റുകൂട്ടും. UDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിക്കും. രാജേന്ദ്രൻ അരങ്ങത്ത്, NA സാബു, K അജിത് കുമാർ, PG ജയദീപ്, ജോബി ആലപ്പാട്ട് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിളംബര യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വ്യാപകമായിട്ടുള്ള പ്രചരണ പരിപാടികളും അതുപോലെ തന്നെ അനൗൺസ്മെൻ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ചെയ്യുവാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തി. പട്ടിക്കാട് MGM കൺവെൻഷന് തുടക്കമായി. ഓർത്തഡോക്സ് സഭ കൊച്ചി ഭദ്രാസനത്തിലെ വടക്കൻ മേഖലയിലെ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന MGM കൺവെൻഷന് തുടക്കമായി. കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കോബ് മാർ ഐറിനിയോസ് സന്ദേശം നൽകി. ഭദ്രാസന സെക്രട്ടറി CM രാജു, KP ഐസക്, ഫാദർ ഗീവർഗീസ് റമ്പാൻ, ഫാദർ തോമസ് ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുളന്തുരുത്തി മാർത്തോമൻ പള്ളി സഹവികാരി ഫാദർ സഞ്ജയ് ഏലിയാസ് സുവിശേഷ പ്രസംഗം നടത്തി. കൊച്ചി, തൃശൂർ, കുന്നംകുളം ഭദ്രാസനങ്ങൾക്ക് കീഴിലെ വിശ്വാസികളും വൈദികരുമാണ് 22 വരെ PG റോഡ് ജംഗ്ഷനിലെ MGM നഗറിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ദിവസവും വൈകിട്ട് 6-ന് സന്ധ്യാ നമസ്കാരത്തിനും ഗാന ശുശ്രൂഷയ്ക്കും ശേഷം സുവിശേഷ പ്രസംഗം നടത്തും. ചടങ്ങുകൾക്ക് വൈസ് പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ജേക്കബ്, ജനറൽ കൺവീനർ ഫാദർ ജോൺ ജോർജ്, ജോയിന്റ് കൺവീനർ KP ഔസേബ്, കൺവീനർ ഫാദർ നിജിൻ യാക്കോബ്, സെക്രട്ടറി ബിനോയ് എബ്രഹാം തച്ചാട്ട്, ട്രഷറർ ഷിബു വർഗീസ് മാമല തുടങ്ങിയവർ നേതൃത്വം നൽകി. പങ്കെടുക്കുന്നത് ഒരാളൊക്കെ എന്നോട് ചോദിച്ചില്ല, ഇതിൻ്റെ പരിപാടി ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു പട്ടിക്കാട് കൺവെൻഷൻ. ഇപ്പോൾ ഈ സ്ഥലമെന്ന് അറിയാത്തവർ ചോദിച്ചു, എന്തിനീ പട്ടിക്കാട്ടിലൊക്കെ പോകുന്നത്? ഒരു വേറെ അർത്ഥത്തിലാണ്. പക്ഷെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു ദൈവകൃപ
ഒഴിച്ചുകൂടാൻ സാധിക്കുന്നു. പിതാവിനോടൊപ്പം വലിയ നോമ്പിൻ്റെ സന്ധ്യാ നമസ്കാരം പുതിയ ക്രമം നമുക്കൊന്നിച്ചാരംഭിക്കാൻ പറ്റും. എൻ്റെ ജനത്തെ എണ്ണരുതെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. എന്നാലും നമ്മൾ നോക്കിയാൽ ഒരു 1250 പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഈ വേദിയിലുണ്ട്. സംഘാടകർ പറഞ്ഞു അതിനി കൂടിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഞാൻ മനസ്സിലാക്കുന്നത് അഭിയൊന്ന് തിരുമനസ്സുകൊണ്ട് ഒരാഴ്ച ഇവിടെ താമസിച്ച് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദികരെല്ലാം അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മച്ചാട് മാമാങ്കത്തെ വരവേൽക്കാൻ മച്ചാട് മാമാങ്കം കെങ്കേയമാക്കാൻ വിവിധ ദേശങ്ങൾ അണിഞ്ഞൊരുങ്ങി. പൂരനിലാവിൽ പെൺകാലങ്ങൾ അരങ്ങു തകർക്കുമ്പോൾ വർണ്ണമഴ ചൊരിയും വെടിക്കെട്ടിൽ വിസ്മയം തീർക്കുവാൻ ദേശം ഒരുങ്ങി. കുമരനെല്ലൂർ ദേശം. ക്രൈസ്തവരുടെ വലിയ നോമ്പിന് തുടക്കമായി. ഇന്ന് വിഭൂതി തിരുനാൾ. വാണിയംപാറ കൊമ്പഴയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ വാഴകൾ നശിപ്പിച്ചു. ഭീതിയിൽ പ്രദേശവാസികൾ. പുത്തൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.